നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഹാ우 ജർമ്മനി വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. 2014 അവർ കിരീടം ചൂടിയ വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അതിനുശേഷം പിന്നെ ഒരു വേൾഡ് കപ്പിലും അവർ നോക്കൗട്ട് കണ്ടിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ വീണ് പോവുകയായിരുന്നു. 2014 ടു 2026 12 വർഷങ്ങൾക്ക് ശേഷം ജർമ്മനി വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. 2018 ഗ്രൂപ്പ് സ്റ്റേജിൽ വീണു, 2022 ഗ്രൂപ്പ് സ്റ്റേജിൽ വീണു. ഇത്തവണ തുടർച്ചയായ 2 വിജയങ്ങൾ, ആദ്യ 2 കളികളും ജയിച്ചുകൊണ്ട് ജർമ്മനി ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുന്നു. ആദ്യ കളി കുർസാവോക്കെതിരെ ഗോൾ വർഷം നടത്തി 7-1 വിജയമായിരുന്നെങ്കിൽ ആ ഗോളടി മികവൊന്നും ഐവറി കോസ്റ്റിനെതിരെ വിലപ്പോകുമായിരുന്നില്ല. ഐവറി കോസ്റ്റ് നന്നായിട്ട് തന്നെ പോരാടി കെസ്സിയിലൂടെ അവർ ലീഡും എടുത്താണ്. പക്ഷേ 60ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്ന ഡെനിസ് യുണ്ടാവ് കാര്യങ്ങൾ മാറ്റിമറിച്ചു. മുസിയാലയ്ക്ക് പകരമിറങ്ങിയ അവൻ ഇരട്ട ഗോളുകൾ നേടി. കളിയുടെ അവസാന ഘട്ടമൊക്കെ ഐവറി കോസ്റ്റിന് ലൈറ്റ് ഡ്രാമ എന്ന് പറയാൻ കാരണം അതാണ്. ഐവറി കോസ്റ്റിന് ഗോളടിച്ച് കളി ജയിക്കാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു. അതവർക്ക് വേണ്ട വിധത്തിലൊരു ഷോട്ട് തീർക്കാൻ പോലും പറ്റില്ല. ജർമ്മനിയോ തൊട്ടു പിന്നാലെ ഇപ്പുറത്ത് വന്ന് ഗോളടിച്ചിട്ട് പോയി. ഐവറി കോസ്റ്റിൻ്റെ അതുവരെയുള്ള പോരാട്ട വീര്യം മുഴുവനും വെള്ളത്തിലാവുന്നൊരവസ്ഥ. 2-1 അവസാന നിമിഷം യുണ്ടാവ് തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുമ്പോൾ ജർമ്മനി വിജയത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. ഏതായാലും ഡെനിസ് യുണ്ടാവാണ് ജർമ്മനിയുടെ 2 ഗോളുകളും നേടിയതെങ്കിൽ ഫ്രാങ്ക് കെസ്സിയാണ് ഐവറി കോസ്റ്റിൻ്റെ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ജർമ്മനിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിറോയ് സനയും കായ് ഹവേർട്സും ഫ്ലോറിൻ വെർട്സുമാണ് ആദ്യ 11-ൽ ഒരുമിച്ചിറങ്ങിയത്. ജമാൽ മുസിയാല അവർക്ക് മുന്നേറ്റങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. മറുഭാഗത്ത് ഡയമൻഡോയും ബോനയും ഡിയാലോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഐവറി കോസ്റ്റിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഡയമണ്ട് ഉണ്ടാക്കിയെടുത്തൊരവസരം, അതിൽ നിന്ന് ഫ്രാങ്ക് കെസ്സി 30ാമത്തെ മിനിറ്റിൽ ഐവറി കോസ്റ്റിന് മുന്നിലെത്തിച്ചു. ഇടവേള സമയത്ത് ആഫ്രിക്കൻ ടീം ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കളി മുറുകവെ വിജയിക്കാൻ വേണ്ടി യുണ്ടാവിനെ അങ്ങ് ഇറക്കി വിട്ടു ജൂലിയൻ നഗൽസ്മാൻ. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മികച്ച പ്രകടനം നടത്തുന്ന താരം 68ാമത്തെ മിനിറ്റിൽ ജർമ്മനിയെ ഒപ്പമെത്തിച്ചു. പിന്നെ അവസാന നിമിഷത്തെ ലൈറ്റ് ഡ്രാമ നമ്മൾ പറഞ്ഞല്ലോ സംഭവിച്ചത്. ഐവറി കോസ്റ്റിന് വിജയിക്കാനുള്ള അവസരമുണ്ടായിരുന്നു, അവരത് ഉപയോഗപ്പെടുത്തിയില്ല. എന്നാൽ എൻമാച്ചയുടെ അസിസ്റ്റിൽ നിന്ന് യുണ്ടാവ് തൻ്റെ 2ാമത്തെ ഗോള് കൂടി കണ്ടെത്തിയതോടെ ജർമ്മനി വിജയപഥത്തിലെത്തി. ഗ്രൂപ്പിൽ കളിച്ച 2 കളികളും വിജയിച്ച് ഗ്രൂപ്പ് ബിയിൽ 2 കളി 6 പോയിന്റ്. ഇനിയൊരു സംശയമില്ല, ജർമ്മനി റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും